മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കെട്ടുകഥകൾ പോലും ആകാംക്ഷയോടെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും മരിച്ച ഒരാൾ ഇക്കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? 33-കാരിയായ അമേരിക്കൻ യുവതിയാണ് ഇത്തരത്തിൽ മരണാനന്തരം കടന്നുപോകുന്ന അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊളറാഡോ സ്വദേശിനിയായ ബ്രിയാന ലാഫർട്ടി 8 മിനിറ്റ് നേരത്തേക്ക് മരിച്ചതായി ഡോക്ടർമാർ ക്ലിനിക്കലി പ്രഖ്യാപിച്ചിരുന്നു. മയോക്ലോണസ് സിസ്റ്റോണിയ എന്ന ന്യൂറോ സംബന്ധമായ അപൂർവ രോഗമാണ് യുവതിയെ ബാധിച്ചിരുന്നത്. താൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടതായി ബ്രിയാനോ പറഞ്ഞു. പിന്നീട് കണ്ണിൽ കറുപ്പായിരുന്നു. ഡോക്ടർമാർ ക്ലിനിക്കലി മരിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും ബോധം മരിച്ചിരുന്നില്ല. ഞാൻ പൂർണ്ണമായും നിശ്ചലയായിരുന്നു. വേദനയില്ല. സമാധാനത്തിൻ്റെയും വ്യക്തതയുടെയും ആഴത്തിലുള്ള ഒരു ബോധം മാത്രം. മരണം ഒരു മിഥ്യയാണ്. കാരണം നമ്മുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ ബോധം സജീവമായി തുടരുന്നു, യുവതി പറഞ്ഞു. മരണാനന്തര ജീവിതം ശാസ്ത്രജ്ഞർക്കും ഇഷ്ടവിഷയമാണ്. കഴിഞ്ഞ മാസം കാനഡയിലെ കാൽഗറി സർവകലാശാലയിലെ ഗവേഷകർ അവകാശപ്പെട്ടത് ജീവജാലങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു അസ്വാഭാവികമായ പ്രകാശം പുറപ്പെടുവിക്കുന്നുവെന്നും അത് മരിക്കുമ്പോൾ മാത്രം അപ്രത്യക്ഷമാകുന്നുവെന്നുമാണ്. അൾട്രാബിഗ് ഫോട്ടോൺ എമിഷൻ എന്ന പ്രതിഭാസവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. എന്തായാലും എത്രത്തോളം സത്യമാണെന്നറിയില്ല. നിത്യമായ ഒരു യാത്രയാണ് മരണം. ഭൂമിയിൽ സത്യസന്ധമായ ഒരു അവസാനം. ഇതുവരെയും ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി, അതാണ് മരണം.